എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ സമയം 4 മണി. സമയം 4 മണിയായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എൻ്റെ സ്കൂളിൽ നിന്ന് ഞാനിപ്പോഴാണ് വന്നത്. അപ്പോൾ കേശു ഇവിടെ ഉണ്ടാവും. ക്ലാസ് കഴിഞ്ഞാൽ എത്തി. ഇനിയിപ്പോൾ നീതു ഒരു 5:30 കൂടി വരും. അപ്പോൾ അതുവരെയുള്ള ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യണം. ഇവിടെ തൂക്കണം, വാരണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുളിക്കണം, അതുപോലെ തന്നെ കേശുവിനെ റെഡിയാക്കണം. അപ്പോൾ കുറേ പരിപാടികളുണ്ട്. നമ്മൾ മുറ്റം കാണിച്ചു തരാം. നോക്കെ കിടത്താം. എങ്ങനെയുണ്ട് അവസ്ഥ? എല്ലാം ഫുള്ള് കുളമായി കിടക്കുകയാണ്. അതായത് ഇതിപ്പോൾ ഉണക്ക സമയമായതുകൊണ്ട് ഈ ഇലകൾ, മരത്തിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വരുന്ന സമയമല്ലേ, അപ്പോഴത്തേക്ക് എല്ലാം ഇലകളെല്ലാം ഇങ്ങനെ മുറ്റം മൊത്തം കുളമായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇനി തൂക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളുള്ള ഒരു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അതിന് മുന്നേ കുറച്ച് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കും. നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് കുറേ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ എടുത്ത് കഴിക്കാം. തോരനുണ്ട്, മീൻകറിയുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഇഡ്ഡലി ഇരിപ്പുണ്ട്, മീൻ ഇരിപ്പുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. പുളിശ്ശേരി, മോരുകറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളുള്ള ഓരോരോ ജോലികളായിട്ട് ഇവിടെ ചെയ്തു തുടങ്ങും. ഗൈസ്, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നാളെ നമ്മുടെ കേശുവിൻ്റെ സ്കൂളിലെ സ്പോർട്സ് ഡേ ആണോ? നാളെ സ്പോർട്സ് ഡേ ആണ്. അപ്പോഴത്തേക്ക് സ്പോർട്സ് ഇന്ന് ആർക്കുള്ള സ്പോർട്സ് ആയിരുന്നു? ഇന്ന് ചെറിയ പിള്ളേർക്കുള്ള. ഇന്ന് UKG-കാരുടെയും LKG-കാരുടെയും സ്പോർട്സ് ആയിരുന്നു. നാളെ നിങ്ങളുടെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ സ്പോർട്സാണ്. അതായത് ഇവരുടെയൊക്കെ സ്പോർട്സാണ്. അപ്പോഴത്തേക്ക് അതിൽ സ്പോർട്സിൽ നാളെ അവൻ ചേരുന്നുണ്ട്. ഏതൊക്കെ ഐറ്റത്തിനാണ് ചേരുന്നത്? ഓട്ടത്തിന്. പിന്നെ ചാട്ടത്തിനുണ്ടോ? ഇല്ല. ഓട്ടത്തിനുണ്ട്. പ്രൈസ് കിട്ടുമോ? മെഡൽ കിട്ടിയാൽ മതി. ഫസ്റ്റ് കിട്ടണ്ടേ? എപ്പോഴും ഫസ്റ്റ് വേറെ നല്ല മത്സരം, വേറെ നല്ലോണം ഓടുന്ന പിള്ളേരുണ്ട്. പക്ഷെ അവന് സെക്കൻഡോ തേർഡോ എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. നാളെ അടിപൊളി മെഡലുമായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ഓക്കെ, എന്തെങ്കിലും പറയണ്ട നാളത്തെ സ്പോർട്സിനെ കുറിച്ച്? എന്തെങ്കിലും തൊപ്പിയിട്ട് പറ. എന്തെങ്കിലും സ്പോർട്സിനെ കുറിച്ച് പറയാനുണ്ടോ? എനിക്ക് മെഡൽ കിട്ടിയാൽ മാത്രം മതി. മെഡൽ കിട്ടിയാൽ മാത്രം മതി. മത്സരിക്കണ്ടേ? അതൊക്കെ ചെയ്യണം. മത്സരിക്കും, ജയിക്കും, സെക്കൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ നാളെ അവ എന്തായാലും സ്പോർട്സ് ഡേക്ക് പങ്കെടുക്കും. അതിൽ മെഡൽ കിട്ടും. അവർ 8 വയസ്സുകാരല്ലേ? അപ്പോൾ 9 വയസ്സായി. അപ്പോൾ അണ്ടർ 19 ആണ്. 9 വയസ്സിന് താഴെയുള്ള അവ കൊച്ചു കൊച്ചല്ല, അവ കുറച്ച് വലുതായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നാളെ 8 വയസ്സ് അണ്ടർ 9 മത്സരത്തിൽ അവൻ പങ്കെടുക്കും. അതിൽ വിജയിക്കുന്നത് അതിന് വിജയിച്ച് വരുന്നത് കാണാനായി ഞാൻ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നീതു ഇപ്പം എൻ്റെ അമ്മയിപ്പം വരും. കറണ്ട് പോയി. അപ്പോൾ നീതു കുറച്ച് സമയം കഴിയുമ്പോൾ നീതു വരും. അതിന് മുന്നേയായിട്ട് ഈ മുറ്റം വൃത്തിയാക്കണം. അതിന് മുന്നേയായിട്ട് ചരുവ നീ തിരിഞ്ഞെടുത്തോണ്ട് വരണം.
ഇല പറക്കിടാനുള്ള. പക്ഷെ ഇവൻ്റെ ടീഷർട്ട് നല്ല അടിപൊളിയായിട്ട് കാണുന്നതിനൊക്കെ ചുവപ്പ് കളറിൽ നല്ല രസമുണ്ട്. നമുക്ക് ചരിവെടുക്കാൻ പറ്റും. അതായത് ഈ ഇല വാരി നമ്മളിടും. ഇതിലാ അതായത് നമ്മൾ ഈ ഇലകൾ ഇവിടെ അതായത് മരത്തിൻ്റെ ഇലകൾ വാരിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഒരു ചരിവ് ഇരിപ്പുണ്ട്. ആ ചരിവത്തിൽ കൊണ്ട് ചരിവത്തിലാക്കിയിട്ട് നമ്മളിവിടെ കൊണ്ടുവച്ച് കത്തിക്കും. ഓക്കെ, അതിനുശേഷം തൂത്തതിന് ശേഷം നമ്മൾ കുളിക്കും. കുളിച്ചതിന് ശേഷം നമ്മൾ ട്യൂഷന് പോകണം. യാ ഗൈസ്, ഇവന് ട്യൂഷനുണ്ട്. ട്യൂഷന് പോകണമെന്ന് പറയുന്നത്. അപ്പം നീ ഒരു കാര്യം ചെയ്യും, നീ എങ്കിൽ ട്യൂഷന് പോ, ഞാനത് ചെയ്യാം. ഈ പാത്രം അതൊക്കെ ഞാൻ എടുത്തോണ്ടാ. ഏത് പാത്രത്തിൽ ഇതിരിക്കുന്നു, അതിൻ്റെ എടുത്തിട്ട് കാര്യമില്ല. ഞാനവിടെ ഇതാക്കിക്കൊള്ളാം. ഏത് തൂത്തിട്ട് ഞാനവിടെ കൂട്ടി വയ്ക്കാം. നീ പൊയ്ക്കോ. ഓക്കെ, അപ്പോൾ അവള് വരുമ്പം കാണാം. ഓക്കെ, അപ്പോൾ ഞാനെന്തായാലും തൂത്ത് ഇവിടെ കൂട്ടട്ടെ. എന്നിട്ട് ഈ ചാക്കിനകത്ത് നിറച്ച് വയ്ക്കും. അതേ പറ്റുള്ളൂ. അപ്പം നമ്മൾ മുറ്റം തൂത്തിരിക്കുന്നു. അതിനുശേഷം ഇനി ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ കേശുവിടെ നമ്മൾ കത്തിക്കുന്ന വിളക്ക് തേക്കുന്നതിനായി പോകുന്നു. തുറക്കൂ. എങ്ങനെയല്ല, ഇങ്ങനെ തുറക്കും. നല്ല ആശയമുണ്ടായിരുന്നു ഗൈസ്. അച്ഛൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ. ഇവന്റെ പ്രാക്കാണ് ഗൈസ്. ഇനി അടുത്തത് കേശുവിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലല്ല, വിളക്ക്. ഈ വിളക്ക് കഴുകി വൃത്തിയാക്കി ഫ്രണ്ടിൽ കൊണ്ടെത്തിക്കുക. അതുപോലെ തന്നെ അവിടെ ചെടിക്ക് വെള്ളം ഒഴിക്കുക. 2 ജോലികളാണ് കേശുവിനുള്ളത്. കേശു കമാൺ, റെഡി. അപ്പം എനിക്ക് ഉള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതിനകം തൂക്കണം. ഈ വീടിൻ്റെ ഹാളും ഈ റൂമും എല്ലാം തൂത്ത് വൃത്തിയാക്കുക. ആ സമയം അവ എന്തോടാ തേച്ച് കഴിഞ്ഞോ? എന്തി ഓടാ അവിടുന്ന്. ഇതാരും കഴിഞ്ഞ് തേച്ചത്? തുടച്ച് വെച്ചത് രാവിലെ. ഉണ്ട്. നീ ഒരു കാര്യം ചെത്തി കഴിവത്. അതാണ് ഇതിട്ട് തേച്ച് കഴിയും. എന്നാ ഇതിട്ട് തേച്ച് അതിനകം ഇത് എടുത്ത് പോയി അവിടെ നനക്കടാ. ഇത് നനയ്ക്ക് സോപ്പ് വരട്ടെ. ഇല്ല, നീ ശകലം സോപ്പിട്ട് തരും. എന്നിട്ട് എണ്ണയുടെ ഇതുണ്ട്. കുറച്ച് മതി. അതിനകത്ത് ആ എണ്ണയുടെ മയം എടുത്തോളാം. റെഡി, അത് മതി. ഇതിൽ വെള്ളമായിട്ട് പെട്ടെന്ന് കഴിയിട്ട് ഫ്രണ്ട് സ്റ്റിച്ചോട്ട് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ അവൻ വിളക്ക് തേച്ചു, ഏകദേശം തേച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് അവൻ്റെ ജോലി എന്ന് പറയുന്നത് ഇവിടെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ഓസ് നമ്മളെടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഓസ് ഇവിടെ കിടപ്പുണ്ട്. ഇത് കഴുകുക എന്നുള്ളതാണ്. എന്താടാ അതാണ്ടേ കണ്ടാ? ആടാ തോനയിടല്ലേടാ, തോനയിട്ടാ ചത്തുവും. മീൻ ഒരുപാട് തിന്നിട്ട് ചത്തുവും. ഓക്കെ, പോണ. നമ്മളെല്ലാ ദിവസവും ഇതുവഴി
കപ്പലണ്ടി കൊണ്ടുപോകും, വറുത്ത കപ്പലണ്ടി. അപ്പോഴത്തേക്ക് അതിപ്പം കൊണ്ടുപോയപ്പോഴത്തേക്ക് കേശു മേടിച്ചു. നോക്കട്ടെ, കപ്പലണ്ടി കൊള്ളാം. ഓക്കെ, അവിടെ വെച്ചാൽ നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കഴിക്കാം. അപ്പം വെള്ളം ഒഴിക്കാം. ഇനി ഇവിടുത്തെ ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കണം. കേശു വെള്ളം ഒഴിച്ച് തുടങ്ങി. ഇത് പുറത്തൊഴിക്കല്ലടാ, നീ തലയിൽ നിന്ന് ഒഴിക്കരുത്. നേർന്നോട്ടെ, ദൂരോട്ടൊന്ന് ഒഴി. വെള്ളം തീർന്നോ? നീ തോനെ പിന്നെ തുറക്ക്, എല്ലാം തുറക്ക്. അതാ ഇപ്പം ശരിയായി, ഇപ്പം ശരിയായി. നോക്കാം, അതിലെല്ലാം ഒഴിക്കും. ചീറ്റി ഒഴിക്കും. ദൂരോട്ടൊന്നും ഒഴിക്കടാ, ചേർന്ന് നിൽക്കാതെ. അത്രയും ദൂരം പോണ്ട, അവിടെ എല്ലാം ഒഴിക്കും. ഇതോ അങ്ങോട്ടെല്ലാം ഒഴിക്കും, ഇവിടെ എല്ലാം ഒഴിക്കും. ഒരുപാട് അത് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ പൊട്ടിപ്പോവും. ഇത് അതേസമയം നമ്മുടെ മാങ്ങ ഉണ്ടോ, നമ്മുടെ ഈ മാവിൽ മാവ് പൂത്തു. അതെല്ലാം മാങ്ങയാണ്, ഇതെല്ലാം പൂത്തു. സൂപ്പർ മാങ്ങയാണ്. ഇത് മൊത്തത്തിൽ പഴുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, സൂപ്പർ മാങ്ങ. അപ്പോൾ ഇനി ഇതിനകം വൃത്തിയാക്കണം. നമ്മൾ ചെയ്തില്ല, അവിടെ വെള്ളം ഒഴിച്ച് ഇനി ആഴെ കുളമാക്കുന്നുണ്ട്. അവൻ മെയിനായിട്ട് പുറത്തൊഴിക്കുന്നതായിട്ട് പരിപാടി ഉണ്ടോ, മെയിനായിട്ട് പുറത്തൊഴിക്കാൻ പരിപാടിയുണ്ട്. ഒഴിക്കണം നേരെ. അത് എല്ലാത്തിലും പെട്ടെന്ന് ഒഴുകി പുറത്തൊഴിക്കാൻ നിൽക്കാതെ, അത് കഴിഞ്ഞിട്ട് കുളിക്കണം. പിന്നെ മാറ്റം ആ സൈഡ് ഒഴിക്കും, എല്ലാ സൈഡ് ഒഴിക്കും. ഒഴിക്കാതല്ലേ ഒഴിക്കും. മറങ്ങ അച്ചാമ്മയ്ക്ക് വിടാം, അത് അച്ചാറാക്കി തരും. മാങ്ങ അതാണ്ടേ, ചെറിയ മാങ്ങ. ഇല്ലല്ല, മാ പറിക്കുന്നതല്ല, അത് വീഴുന്നതാ. ഇല്ലെടുത്ത് ഇവിടെ കോഴി. ബ്യൂട്ടിഫുൾ ആവാൻ. ഇനി ആ സൈഡ് മറ്റേ ഇതിപ്പം അല്ലിക്കോണിയ മറ്റേത്. ഇത് ഒടിക്കല്ലേ, പൈപ്പ് ഒടിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ വെള്ളം അവിടെ പോകും. അപ്പോൾ പനി വരുവാടാ. അതെല്ലാം വഴി ഒടിഞ്ഞ്. അയ്യോ, ഇവിടെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. ഇതാ വെള്ളം ലീക്കായെന്നുണ്ടോ, അവിടെ ഒടിഞ്ഞു കിടന്നുണ്ടോ. ശേ, ഇത് നമ്മൾ ഈ ചെടി എന്ന് പറഞ്ഞാൽ കലാത്തിയ എന്നാണ് ഇതാണ്ട് ഇതിനെ അറിയപ്പെടുന്നത്, ഈ ചെടിക്ക് അറിയപ്പെടുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ഇലകളും വലിയ ഇലകളാണ്. ഇത് നല്ല രീതിയിൽ നീണ്ടു തുറന്നു നിൽക്കും. നല്ല രസം ഇത് കാണാൻ. രാത്രി 7-8 മണിയാകുമ്പോഴത്തേക്ക് ഈ ഇലകളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും. നല്ല രസം കാണാൻ. ആ ഇലയിലെല്ലാം വെള്ളം ഒഴിയിടാം. എടാ ചെടി മൊത്തം ഒഴി. അവിടെ തറയിലൊന്നും വെള്ളം വീണില്ല. അതുകൊണ്ട് ആ തറയിലൊന്നും വെള്ളം വീണില്ല. അങ്ങ് അറ്റത്തോട്ടൊക്കെ നീ അങ്ങനെ ഞെക്കി പിടിക്കണ്ട, അല്ലാതെ തന്നെ ഒഴിയാ. വെള്ളം മൊത്തം പോണ്. ഗേറ്റ് അടച്ചില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് വളമോ കാര്യങ്ങളൊന്നും വേണ്ട. ഇതിനകത്ത് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വളർന്ന ഇല ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്.
കുളിച്ചിട്ട് കാര്യം പറ. എല്ലാ ജോലിയും ചെയ്തു, തെറ്റാണ്. എല്ലാം ചെയ്തിട്ട് അവിടെ നിന്ന് കുളിക്കായിരുന്നു. ഒരാളെ അനുവാദം ഇല്ലാതെ ക്യാമറ അല്ല അതല്ല ക്യാമറ അങ്ങനെ ചെയ്തുകൂടല്ലോ, അതല്ല വിഷയം. ഇവൻ അവിടെ നിന്ന് കുളിക്കായിരുന്നു, ഇവൻ കണ്ടില്ല, ഇവൻ ഫുള്ള് കുളിക്കായിരുന്നു. അപ്പോഴത്തേക്കാണ് ഇല്ല കൊച്ചാലേ കൂടെ പോയി. അപ്പത്തെ പഠിച്ചോണ്ടിരുന്ന ചെറുക്കാണ്ട് ഇവിടെ ആണെങ്കിൽ ഞാനിത് ഇത് ഇവിടെ ഇരുന്നിട്ടു ഇത് ഇവിടെ പറഞ്ഞില്ല. പറഞ്ഞില്ല പറഞ്ഞില്ല മിണ്ടരി. അച്ഛനോ അവിടെ നിന്നിട്ട് തൂക്കിട്ട് ചിരിച്ചിട്ട് വരും. ഞാൻ കഷ്ടപ്പെട്ട് നിന്റെ അച്ഛനല്ലേ ചിലപ്പോ വിളിക്കും കാണിക്കും നിന്നെ. ആ വന്നിട്ടുണ്ട് ഗൈസ് ആ സാധനം. ഞാൻ പറഞ്ഞ ആ സാധനം വന്നിട്ടുണ്ട്. താണ്ട ഇതാണ്. അപ്പോൾ സമയം ഇപ്പോൾ 5:45. നമ്മൾ 4:30 തുടങ്ങിയ പരിപാടിയാണ്. ഇവിടുത്തെ ജോലികൾക്കിടയിൽ നമ്മൾ വീഡിയോ ഇങ്ങനെ എടുത്ത് വ്ളോഗൊക്കെ എടുത്ത് നീ ഇപ്പോൾ വരും എന്ന് നമ്മൾ നമ്മുടെ വ്യൂവേഴ്സിനോട് സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കാം അപ്പോഴത്തേക്കാണ് നീ വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും സമയം ഇപ്പോൾ 5:45 ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. ഇവിടെ എല്ലാം തുടച്ചു, വൃത്തിയാക്കുകയും തൂത്തു, കുളിപ്പിച്ചു. ഇനി ഞാൻ കുളിച്ചില്ല, എനിക്ക് കുളിക്കാണ്ട്. കുളിച്ചതിന് ശേഷം നീത് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താ മേടിച്ചിട്ട് വന്നത് തിന്നെ? പാപ്പം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേ കഴിഞ്ഞതിന് ശേഷം വിളക്ക് കത്തിച്ചതിന് ശേഷം നമ്മൾ ചായ കുടിച്ച് അവൾ മേടിച്ചിട്ട് വന്ന പാപ്പമൊക്കെ കഴിക്കും. ഓക്കെ, നാളെ സ്പോർട്സ് ഉണ്ട്, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പോർട്സ് ഫസ്റ്റ് കിട്ടാൻ സാധ്യതയില്ലെന്നാ പറഞ്ഞിരിക്കുന്ന. നീ ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വേണം, നീ അങ്ങ് പങ്കെടുത്തേക്കണം. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് അറിയാൻ പറ്റും ആരൊക്കെ എങ്ങനെയൊക്കെ ഓടുന്നു. വര കഴിയണം ഓടിച്ചെന്ന്. വര നമുക്ക് ഇപ്പത്തെ നിന്നാ പോരാ, അവരെ ചവിട്ടി കൊടുക്കണം. ചീറ്റിംഗ് ആന്നാ, വര ക്രോസ് ചെയ്യണമെന്നാണ് മത്സരം. അത് ചീറ്റിംഗ് ആന്ന്. എന്റെ ഇപ്പത്തെ നിന്ന് വിളക്ക് കത്തിക്കൂലേ? കത്തിക്കാൻ എത്തി കഴിയുമ്പോ ഞാൻ കുളിക്കാൻ പോട്ടെ. നമ്മളെ അപ്പൊ മതിയല്ല, നിർത്തിയല്ല. നമ്മളെ വൈകുന്നേരം വരെയുള്ള പരിപാടികൾ മൊത്തം നമ്മൾ വിജയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി സമയം ഇപ്പോൾ 5:45. ഇന്നത്തെ പരിപാടികൾ വൈകുന്നേരം നടക്കുന്ന നമ്മുടെ വീട്ടിൽ നടക്കുന്ന പരിപാടികളാണ് നമ്മൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ കാണിച്ചത്. എന്തായാലും ഇനി പുതിയ നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നവരേക്കും